അയ്യോ, അവനോട് ഒരു പറയാനൊക്കോ? അമ്മയും ഗോപിയും വന്നില്ലേ അച്ഛാ? ഇല്ല മോളെ, അമ്മയ്ക്ക് നീണ്ട യാത്ര വയ്യ. 4-5 ദിവസമായിട്ട് എന്റെ വീടിന് പഴയ ഐശ്വര്യമായിരുന്നു. ഷീരി ഇവിടെ അങ്ങ് കൊണ്ടുപോകുന്നുള്ളി അതെന്ത് തീർന്നു. ആച്ചി 2 ദിവസം കഴിഞ്ഞ് ഞാൻ കൊണ്ട് വിടാമായിരുന്നല്ലേ ചേട്ടാ. അവൾക്ക് BSc അഡ്മിഷനുള്ള ഇന്റർവ്യൂ കാർഡ് വന്നു. ആ അനിലേ, രാത്രി തന്നെ കുറെ കാച്ചിലും ചേനയും കപ്പയും എല്ലാം കൂടെ കെട്ടിവെക്കണം. കുറെ ഉണങ്ങിയ കുരുമുളകും ശർക്കര. ഇനിയും ഉണ്ടല്ലോ അച്ഛാ സാധനങ്ങള്. റബ്ബർ, ഏലത്തരി, ജാതിക്ക, ഗ്രാമ്പൂവ്. എടാ, വീട്ടാവശ്യമുള്ള സാധനങ്ങള് ഇവിടെ ഉള്ളത് കൊടുത്തയക്കാൻ ഞാൻ മറക്കില്ല. എന്നാ ഇങ്ങോട്ട് വന്നപ്പോ കുറെ ഉണക്കമീൻ കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നിയോ? അപ്പൂപ്പ പട്ടി. എന്തോന്നാ മോളെ പട്ടിയുടെ കഥ? അനിലേട്ടൻ അപ്പൂപ്പനോട് ഒരു കള്ളം പറഞ്ഞു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറെ ഉണക്കമീൻ വാങ്ങിച്ചോണ്ട് വന്നെന്നും അതിന്റെ മണം പിടിച്ച് കുറെ പട്ടികൾ പുറകെ വന്നെന്നും അത് കാരണം ഉണക്കമീൻ വലിച്ചെറിഞ്ഞെന്നും. എടീ മോളെ, ഇവൻ ആ പട്ടിക്കഥ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവൻ വെളിച്ചിൽ പറയാണ്. ഞാൻ അന്നേരം മറുപടി പറയാത്തത് ഇവന് തന്തയ്ക്ക് പറഞ്ഞവനാണല്ലോ എന്ന് വിചാരിച്ച. കണ്ടോ, ഓറഞ്ചിന്റെ നിറം, മാലാഹയുടെ കണ്ണ്, ശരീര ഹേമാമാലിനോട് തന്നെ. പക്ഷേ എന്താ പക്ഷേ? 2ാം ഘട്ട. അത് ഇക്കാലത്ത് നോക്കാനുണ്ടോ? അത് വിട്. എന്നാ ഇത് നോക്ക്, കുട്ടി ഫസ്റ്റാ. പക്ഷെ തള്ള അല്പം സൂക്ഷില്ല. പറയുമ്പോ അതും പറയണമല്ലോ. ചിലപ്പോൾ മറ്റുള്ളവരൊക്കെ ആയിട്ട് ഇടപെടും. ഇടയ്ക്ക് അതൊക്കെ വേണമല്ലോ. ഇതാള് വിശക കൂടെ കൂടെ ടൂർ പോകുന്ന പാർട്ടിയാ. വെരി ഗുഡ്, അതാണ് നമുക്ക് വേണ്ടത്. ആട്ടെ, ഈ പാർട്ടി ഒന്ന് കാണണമല്ലോ. എപ്പോൾ സാധിക്കും? അടുത്ത ഞായറാഴ്ച ഇരുട്ടി തുടങ്ങുമ്പോൾ പാർട്ടി ലോഡ്ജിൽ എത്തിയിരിക്കും. കട്ടായ മിടുക്കൻ. ഈ ബിസിനസ്സിൽ നിനക്ക് നല്ല ഭാവി ഉണ്ടാവും, തീർച്ച. സാറിനെ പോലുള്ളവർ ഈ ലോകത്തുള്ളപ്പോൾ ഞാൻ രക്ഷപ്പെടാതിരിക്കുമോ? എന്താണ് അനന്ത വിശേഷിച്ച്? കഥ തുറക്കൂ. എന്തിനാണ്? അകത്ത് കയറിയിരുന്ന് പറയാം. പറയാനുള്ളത് അവിടെ നിന്ന് പറയാം. ഇതാണോ ആച്ചി മര്യാദ? വീട്ടിലാരെങ്കിലും വന്നാൽ പുറത്തു നിർത്തിയാണോ സംസാരിക്കുന്നത്? ക്ഷമിക്കണം, മര്യാദ പാലിക്കാൻ ഇപ്പോൾ സൗകര്യമില്ല. ഇവിടെ മറ്റാരുമില്ല. അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. നമ്മുടെ ഭാവിയെ സംബന്ധിക്കുന്ന ചില പ്രശ്നങ്ങൾ സംസാരിക്കാനുള്ളത് സൗകര്യമായിട്ടിരുന്ന് പറയാം. കഥ തുറക്ക്. എന്റെ ഭാവിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചാൽ മതി. അച്ഛനും അമ്മയും? നിന്റെ അച്ഛനും അമ്മയും ചത്തുപോയില്ലേ? ശ്രീനിവാസനും ഭാര്യയെ നിന്നോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ വീട്ടുവേലകൾ ചെയ്യിപ്പിക്കാനാ. നീ മഠയിയാകരുത്. നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറുള്ളവനാണ് ഞാൻ. വാതിൽ തുറക്കൂ. എനിക്ക് വേണ്ടി നിന്റെ ഹൃദയത്തിന്റെ വാതിലും തുറക്കൂ. ഒരു വാതിലും തുറക്കില്ല. വെറുതെ നിന്ന് വിഷമിക്കണ്ട. അനന്തനെ നീ ശരിക്കറിയില്ലെന്ന് തോന്നുന്നു. എനിക്ക് അനന്തനെ അറിയാം, കാളിയനെ അറിയാം. കൊടുത്ത വിഷമാണ്. അനന്തൻ ആരാണെന്ന് നീ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളൂ. എന്റെ അടുത്ത് വലിയ ഗമയൊന്നും കാണിക്കരുത്. ആച്ചകത്തില്ലേ? ഞാനും അതാ ആലോചിക്കുന്നേ. അവൾ എവിടെ പോകാനാണ്? ആ ഹോൺ നടിക്ക്. പറയാതെ അവിടെ എങ്ങും പോകാറില്ല. നീ ഉറങ്ങിയായിരുന്നു മോളെ? ഞാൻ വിചാരിച്ചു മറ്റാരെങ്കിലും. അമ്മ എന്താണ് ഇറങ്ങാത്തത്? അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. മോളും കൂടെ വാ, നമുക്കൊന്ന് താങ്ങി നടത്താം. എന്താണമ്മേ? സാരമില്ല മോളെ.
കഴിക്കാൻ വരൂ അച്ഛ. വേണ്ട മോളെ. അച്ഛൻ വൈകിട്ട് കാപ്പിയും കുടിച്ചില്ല, കുളിച്ചതുപോലുമില്ല. അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഭക്ഷണം കൂടി കഴിക്കുന്നില്ല. അച്ഛൻ എന്തു പറ്റി? എന്താണ് അച്ഛ? മനസ്സിന് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറയരുതോ? നിന്നോട് പറയാം. നീ കാര്യം മനസ്സിലാക്കാൻ കഴിവുള്ളവളാണ്. എന്റെ ദുഃഖം ഞാൻ വേറെ ആരെ അറിയിക്കാനാണ്? മാലതിയെ കുറിച്ച് ഓർക്കുമ്പോ. അമ്മയ്ക്ക് എന്താണ് അച്ഛാ? ഗോപിയോട് പറയണ്ട. കൊഴിയാൻ പോകുന്ന പൂവാണ് എന്റെ മാലതി. മോള് വിഷമിക്കരുത്. നിന്റെ വിഷമം മാലതി അറിയുകയുമരുത്. അവൾക്ക് ക്യാൻസറാണ്. എന്റെ മോള് അവൾക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്തു കൊടുക്കണം. അല്പനാളുള്ളത് അവള് സന്തോഷമായി കഴിയട്ടെ. അങ്ങനെ അവള് കടന്നു പോവട്ടെ. ആച്ചി, എന്റെ മോള് സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവളാണെന്ന് വിചാരിച്ച ഞാനിത് നിന്നോട് പറഞ്ഞത്. നീ കരയരുത്. ഇല്ല. അമ്മേ, മരുന്ന് കഴിച്ചിട്ട് പാല് കുടിക്കണം. പാലെനിക്ക് വേണ്ട മോളെ, ഛർദിക്കാൻ തോന്നുന്നു. ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയമ്മേ? എന്റെ അമ്മയല്ലേ, ഇതങ്ങ് കഴിക്കേ. എന്താണ്? അമ്മ പാല് പോലും കഴിക്കുന്നില്ല. ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെയാ മാലതി? എനിക്ക് വയറ്റിലെ വേദന സഹിക്കുന്നില്ല. ഓഫീസിൽ പോയില്ലേ? ഞാൻ കുറച്ചു ദിവസത്തേക്ക് അവധിയെടുത്തിരിക്കുകയാണ്. ആച്ചയുടെ ഇന്റർവ്യൂ നാളെയാ. ഇന്ന് വൈകിട്ട് ഗോപിയും കുട്ടി അവളെ അയക്കണം. ഞാൻ ഈ കൊല്ലം പഠിക്കാൻ പോകുന്നില്ല അച്ഛാ. അങ്ങനെ പറയരുത് മോളെ. വലിയ തുക കൊടുത്താണ് ഓരോരുത്തർ അഡ്മിഷൻ വാങ്ങിക്കുന്നത്. നിനക്ക് നിന്റെ സാമർഥ്യം കൊണ്ട് കിട്ടിയതാ. ഒരു കൊല്ലം പോയില്ലെങ്കിലും കുഴപ്പമില്ല. ആച്ചി, നിനക്ക് സ്കോളർഷിപ്പ് വരെ കിട്ടും. എന്ത് കിട്ടിയാലും അമ്മയ്ക്ക് നല്ല സുഖമാകാതെ ഞാൻ കോളേജിൽ പോയില്ല. ഇക്കാര്യത്തിൽ അച്ഛനും അമ്മയെ നിർബന്ധിക്കരുത്. എന്റെ മോള് എനിക്ക് വേണ്ടി അവളുടെ ഭാവി പോലെ നശിപ്പിക്കുകയാണ്. കിടന്നോളൂ. എന്താ മാലതി? അമ്മേ, ഗോപി മോനെ, ആച്ചമ്മ ദൈവം നിനക്ക് തന്ന സഹോദരിയാണ്. ഇനി നിനക്ക് അമ്മയും പെങ്ങളും എല്ലാം അവളാണ്. എന്റെ മോളെ വിഷമിപ്പിക്കല്ലേ.
മോളെ അച്ഛി എന്നെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ് അച്ഛ. അച്ഛൻ ഞാൻ പോകുന്നു. എന്നെയും ഗോപിയും അച്ഛനെയും മാത്രമാക്കിയിട്ട് ചേട്ടൻ പോവുകയാണോ? അച്ഛൻ തനിച്ചേ ഉള്ളൂ. അച്ഛനെ ആശ്വസിപ്പിക്കാൻ മറ്റൊരു മാർഗമില്ലല്ലോ. ഇനി എന്ന് വരും? വരേണ്ട ബന്ധം അറ്റുപോയി. നിങ്ങളെയൊക്കെ കാണാൻ ഞാൻ വല്ലപ്പോഴും വരാൻ നോക്കാം. ഗോപി പോയിരുന്ന് വായിക്ക്. ആ വായിക്കാം. ഞാൻ അമ്മ എങ്ങനെയെങ്കിലും ജയിച്ചാൽ പോരാ, ക്ലാസ് വാങ്ങി ജയിക്കണം. അച്ഛി, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് അന്വേഷിക്കട്ടെ. നിനക്കൊരു അഡ്മിഷന് വല്ല സാധ്യതയുണ്ടോന്ന്? ഞാൻ ഇനി പഠിക്കുന്നില്ല അച്ഛ. വീട്ടിലാരുമില്ല. അച്ഛന്റെയും ഗോപിയുടെയും കാര്യങ്ങൾ നോക്കാൻ ഞാനല്ലാതെ ആരുണ്ട്? നിന്റെ ഭാവി? എന്റെ ഭാവിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ അച്ഛനോട് പല പ്രാവശ്യം പറഞ്ഞില്ലേ എന്റെ പഠിത്തക്കാര്യത്തിൽ ഇനി നിർബന്ധിക്കരുതെന്ന്. ആ, ഞങ്ങളെ മറന്നില്ല. അങ്ങനെയങ്ങ് മറക്കാനൊക്കുമോ അച്ഛി? അമ്മാവന് സുഖമാണോ? അച്ഛന് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. ഇരിക്കെ. ഞാൻ ITI പാസ്സായി തൊഴിലില്ലാതെ നിൽക്കായിരുന്നല്ലോ. ഇപ്പൊ ഇവിടെ CV കെമിക്കൽസിൽ ഒരു ജോലി കിട്ടി. അതാണ് ഉടനെ തിരിച്ചത്. നാളെ ജോയിൻ ചെയ്യണം. അപ്പോ അമ്മാവൻ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതാണ്? സ്ഥിരമായി ഒരു ലോഡ്ജിൽ താമസിക്കാമെന്ന് വിചാരിക്കുന്നു. മാലതി മരിച്ചതോടെ ഞങ്ങൾ അന്യരായോ അനിൽ? അതുകൊണ്ടല്ലേ ചേട്ടാ? അനിലേട്ടന്റെ പെങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ലോഡ്ജിൽ താമസിക്കാൻ തീരുമാനിക്കുമോ? അനിൽ വേറൊരിടത്ത് താമസിക്കുന്നത് എനിക്കും എന്റെ മക്കൾക്കും ഇഷ്ടമല്ല. പിന്നെ ഇഷ്ടം പോലെ. എടാ ഗോപി, അമ്മാവന്റെ പെട്ടിയെടുത്ത് അകത്തുണ്ടേക്ക്. അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോ കതവ് തുറക്കാതെ നീ എന്നെ അവമാനിച്ചില്ലേ? അപമാനിച്ചതല്ല, വീട്ടിലാരും ഇല്ലാത്തത് കൊണ്ട്. ഇപ്പോഴിവിടെ ആരുണ്ട്? ദീർഘനാളായ ഒരു അവസരം നോക്കുകയായിരുന്നു ഞാൻ. സന്തോഷമായിട്ട് നീ എന്റെ ആഗ്രഹം നിറവേറ്റണം. അനന്തൻ, ദയവ് ചെയ്തെന്നെ അപമാനിക്കരുത്. ഒരു അപമാനവും ഇല്ല. നീ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതലുള്ള എന്റെ മോഹമാണ്. അങ്ങനെ അങ്ങ് പറ്റിച്ചു കിടന്നവരാമെന്ന് വിചാരിക്കണം. ആച്ചി അമ്പലത്തിൽ പോയിട്ട് വരികയാണോ? അമ്പലത്തിൽ പോക്ക് ദിവസമുണ്ടോ? തിങ്കളാഴ്ച തോറും. നല്ല ഭർത്താവിനെ കിട്ടാനായിരിക്കും അല്ലേ? അതിന് ദൈവത്തെ കൈമണി അടിച്ചുകൊണ്ടായില്ല, നല്ല സ്ത്രീധനം കൊടുക്കണം. എന്റെ കഴിവിനൊത്തി ഞാൻ ചെയ്യും. ആ, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കെ, ഞാനിപ്പോ വരാം. ആച്ചിക്ക് എന്താ ഒരു വല്ലായ്മ? അനിലേട്ടാ, പറയണ്ടെന്ന് വിചാരിച്ചതാണ്. ആ പുത്തൻ വീട്ടിലെ അനന്തന്റെ കാര്യം വലിയ ശല്യമായിട്ടുണ്ട്. ഇന്നെന്തെങ്കിലും ഉണ്ടായോ? ഞാൻ അമ്പലത്തിൽ നിന്ന് ഒരിടവഴിയിലൂടെ വരികയായിരുന്നു. അനന്തൻ കുറുകെ വന്ന് വഴി തടഞ്ഞെന്നെ കടന്നു പിടിച്ചു. ഞാൻ ഓടി രക്ഷപ്പെട്ടു. അവൻ അത്രയ്ക്ക് കേവനായോ? വഴക്കിനൊന്നും പോകണ്ട, കണ്ടാലൊന്ന് ഗുണദോഷിക്കണം.
അനന്തനോ? കുറെ നാളായല്ലോ കണ്ടിട്ട്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ അടിതട പഠിക്കുകയാണ്. കറാട്ടെ എന്ന് കേട്ടിട്ടില്ലേ? കരാട്ടെ വശമുണ്ടെങ്കിൽ പിന്നെ ആരെയും പേടിക്കണ്ട. അതിനുള്ള കരുതലാണ്. നല്ല പ്രാക്ടീസ് ആയോ? ആയി. ഗുഡ്. അപ്പോഴേ അഭ്യാസം കയ്യിലുള്ളതുകൊണ്ട് അപേക്ഷിക്കുകയാണ്. പുഷ്പാലയത്തിലെ ശ്രീനിവാസന്റെ മകൾ ആച്ചി എനിക്ക് വേണ്ടപ്പെട്ട ഒരു പെണ്ണാണ്. റെയിൽവേ പുറംപോക്കിൽ ഒരു കുടിലിൽ ജനിച്ചു വളർന്ന ഒരു പെണ്ണ് തനിക്ക് വേണ്ടപ്പെട്ടതാണെന്ന് എങ്ങനെ? മണിമാളികയിൽ ജനിക്കുന്നതും ഓടയിൽ ജനിക്കുന്നതും ജനനം തന്നെ. ജനനത്തിന്റെ ഔന്നിത്യം നോക്കിയല്ലോ അന്തസ്സുള്ള മനുഷ്യർ ബന്ധം പുലർത്തുന്നത്. തനിക്കിപ്പോ എന്ത് വേണം? ആച്ചിയോട് മര്യാദകെട്ട പെരുമാറ്റം പാടില്ല. പെരുമാറിയാൽ കരാട്ടെ പരീക്ഷണ വിധേയമാകും. കഴിഞ്ഞ പ്രാവശ്യം അവളെന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അടുത്ത പ്രാവശ്യം അവള് ഗർഭവും കൊണ്ട് രക്ഷപ്പെടും.